എന്ന് പറയുന്ന ഒരു വർഷത്തിലെ അവസാനത്തെ ദിവസം വിട പറയാൻ ഒരുങ്ങുമ്പോൾ പടച്ച റബ്ബേ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തടോ. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവേ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുള്ളത് കൊണ്ടാണ് ഈ ദിവസത്തിൽ ഇന്ന് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. കാരണം ഇന്ന് ലോകം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഘോഷിക്കുന്ന സമയമാണ്, അതിരുകളില്ലാത്ത സമയമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. പടച്ചവനെ, വയനാടിന്റെ ചുരങ്ങളിലൂടെ വണ്ടി പോലും വരാൻ കഴിയാത്ത രീതിയിൽ ങ്ങളും പെണ്ണുങ്ങളും ആസ്വദിക്കുകയാണ്. പാതിരാത്രിയിൽ 12 മണിയാകാ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എന്തെല്ലാം സ്വപ്നങ്ങളാണ്, എന്തെല്ലാം മോഹങ്ങളാണ്. അങ്ങനെ ആഘോഷിക്കുന്നതിന് വേണ്ടി നടക്കുന്നവരുണ്ടല്ലോ. ഇന്ന് ലോകം ആഘോഷത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ഒരു കൊല്ലം വിട പറഞ്ഞിട്ട് അടുത്ത പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരാൻ തയ്യാറാകുമ്പോ നമ്മൾ ഇരിക്കുന്നത് എവിടെയാ? ദുനിയാവിലെ സ്വർഗത്തിലാ. ദുനിയാവിലെ സ്വർഗത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗങ്ങളിൽപ്പെട്ട ഒരു സ്വർഗം എവിടെയാ? അത് പുണ്യ മദീനയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗള ശരീഫ് ഉണ്ടല്ലോ, നബി തങ്ങളുടെ വീടുണ്ടല്ലോ, അവിടുത്തെ മിമ്പറുണ്ടല്ലോ, അതിന്റെ ഇടയിലുള്ള സ്ഥലം ദുനിയാവിലെ സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ സ്വർഗത്തിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പിന്നെ ദുനിയാവിലെ 2ാമത്തെ സ്വർഗമേതെന്നറിയുമോ? അത് ഇൽമു പറയുന്ന മജ്ലിസാണ്, നല്ല കാര്യങ്ങൾ പറയുന്ന മജ്ലിസാണ്. പടച്ചവനെ, ഈ വാളിന്റെ മജ്ലിസ് ഇത് ദുനിയാവിലെ സ്വർഗമാണ്. ഈ സ്വർഗത്തിലിരിക്കാൻ അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാ. കണ്ണ് തുറന്നു നോക്കടോ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇതിന്റെ ചുറ്റുഭാഗം മുഴുവനും വലയം ചെയ്തിരിക്കുകയാണ്. ആ മലക്കുകള് റഹ്മത്തിന്റെ മാലാകമാര് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഈ സദസ്സിലിരിക്കുന്ന എനിക്ക് വേണ്ടി, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ, നീ ഇവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്, ഇവരോട് കരുണ കാണിക്കണേ പടച്ചവന്. അല്ലാഹുവിന്റെ മലക്കുകള് നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. ഇതുപോലെ ഒരു മജ്ലിസിലിരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല വഅദുകള്. ഒരു ഇൽമ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമല്ലോ. അത് ചെയ്യുമ്പോഴാണ് ആ ഇൽമ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഓർമ്മ വെച്ച കാലം മുതൽ ഒരുപാട് വഅദ് കേൾക്കുന്നവരാ, ഒരുപാട് നസീഹത്ത് കേൾക്കുന്നവരാ. പക്ഷേ വഅദ് കൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മഹദിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആരാണ് ആ മഹദി എന്നറിയുമോ? അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവേ, നമ്മളെ പോലെ ആയിരക്കണക്കിന് വഅദ് കേട്ടവരല്ല, അവര് നൂറുകണക്കിന് വഅദ് കേട്ടവരല്ല. ജീവിതത്തിൽ ഒരേ ഒരു വഅദേ കേട്ടുള്ളൂ, ജീവിതത്തിൽ ഒരേ ഒരു നസീഹത്ത് മാത്രമേ കേട്ടുള്ളൂ. ഒറ്റ വഅദ് കേട്ടപ്പോ തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, തന്റെ ജീവിതത്തിൽ മാറ്റം കണ്ടെത്തിയ ഒരു മഹദിയെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ഒറ്റ വഅദ് കേട്ടിട്ട് നന്നായ ഒരു മഹദി, അവരെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരാണെന്നറിയുമോ? ആരുടെ വഅദാണ് കേട്ടതെന്ന്
ഏതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന്